ഹൈ മൊമെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇത് നമുക്ക് അവസാനം വരെ ഒരു തണുത്ത പടക്കം പോലെ പോയിട്ട് അവസാനമായപ്പോഴത്തേക്കും കുറച്ച് മ്യൂസിക്കും ഇതും കൊണ്ട് നമ്മൾ അനിരുദ്ധ് കുറച്ച് പരിപാടി ഒപ്പിച്ചിട്ടുള്ള ഒരേ സൂര്യൻ ഒരേ ചന്ദ്രൻ ഒരേ സൂപ്പർ സ്റ്റാർ. ജയിലറിന്റെ അത്ര ഒരു മാസമൊന്നുമില്ല. ലോകേഷിന്റെ ഒരു ജയിലർ അങ്ങനെയും പറയാം. വന്നിട്ടുള്ള ഒരു ഹൈപ്പ് പടത്തിനെ ബാധിക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. നല്ല സിനിമ എല്ലാവരും പോയി കാണണം. മസ്റ്റ് വാച്ച് വേണമെന്ന് കണ്ടായി. അങ്ങനെ ഒരു തീവ്ര കമൽ ഫാൻ രജനീകാന്തിൻ്റെ സിനിമ എടുത്ത എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പം കുറച്ച് സമയത്ത് നമുക്ക് അറിയാൻ കഴിയും. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, അമീർ ഖാൻ തുടങ്ങിയ നീണ്ട താരത്തിൽ നിൽക്കുന്ന തമിഴിൽ നിന്ന് വരുന്ന പാൻഡ്യൻ ചിത്രം കോലി ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. കൂടാതെ നിങ്ങൾ സിനിമ കണ്ട സിനിമ വിലയിരുത്തങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്ലെയിനായി പോയി, ഭയങ്കര ഒരു ഹൈ മൊമെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമീർ ഖാൻ്റെ ക്യാമിയോ ഒക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ചും കൂടി ഇമോഷണൽ ഫാമിലി ഓറിയന്റഡ് മൂവി പോലെ തോന്നി. ശ്രുതി ഹാസൻ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രുതി ഹാസന് നല്ല ആക്ടിങ് ആയിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. ലോകേഷ് എങ്ങനെ ഉണ്ട് എടുത്തു വെച്ചേക്കുന്നത്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കുറച്ച് സെന്റി കൊണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല സിനിമ. പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ല. നമ്മൾ വലിയ ലോകേഷിൻ്റെ ഏറ്റവും മികച്ച സിനിമ കാണാമെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ, എത്ര വലിയ പ്രതീക്ഷയോട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത്. വേറെ ഒരു സിനിമ ഇത്രയും പ്രതീക്ഷ കൊണ്ട് ഒരാവശ്യം ഈ സിനിമയ്ക്ക് ഇല്ല. ഇത് നമുക്ക് അവസാനം വരെ ഒരു തണുത്ത പടക്കം പോലെ പോയിട്ട് അവസാനമായപ്പോഴത്തേക്കും കുറച്ച് മ്യൂസിക്കും ഇതും കൊണ്ട് നമ്മൾ അനിരുദ്ധ് കുറച്ച് പരിപാടി ഒപ്പിച്ചിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. ഇനി നമുക്ക് കൈദി 2 വേണ്ടി നോക്കി. ലോകേഷിൻ്റെ ഒരു മികച്ച സിനിമ കാണണമെങ്കിൽ നമുക്ക് കൈദിയോ വീണ്ടും വിക്രം എടുത്തിട്ട് കാണേണ്ടി വരും. കാരണം ഇത് അതൊന്നുമില്ല, ലിയോയിൽ അത്ര പോലും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അവസാനം വരെ നമുക്കൊന്നുമില്ല. ലാസ്റ്റ് മ്യൂസിക് കൊണ്ട് അനിരുദ്ധ് കുറച്ച്, പിന്നെ അമീർ ഖാനെ കൊണ്ടുവന്ന് കോമാളിയാക്കിയിട്ടിരിക്കുന്നത്. അതിനകത്ത് ലാസ്റ്റ് കുറച്ച് സീനേ ഉള്ളൂ അമീർ ഖാൻ, പക്ഷേ അമീർ ഖാനെ ഒരു കോമാളിയെ പോലെ ആക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ഉപേന്ദ്രയ്ക്കാണ് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ഒരു മാസ് ഇമ്പാക്റ്റ് കിട്ടി, അല്ലാതെ വേറെ ആർക്കും ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇമ്പാക്റ്റ് കിട്ടിയത് തോന്നുന്നില്ല. രജനീകാന്തിന് ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് കാണണം, നല്ല ഫൈറ്റ് കാണണം, ഫൈറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലുള്ളൊരു ഫൈറ്റോ അങ്ങനെയൊന്നും ജയിലർ പോലെയൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ ജയിലറിൻ്റെ ഒരു 10-11 സിനിമയില്ല. രജനീകാന്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരേ സൂര്യൻ ഒരേ ചന്ദ്രൻ ഒരേ സൂപ്പർ സ്റ്റാർ. കമൽ ഫാൻ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? കണ്ടിരിക്കാം, കൊള്ളാം. ഒരു 800 അടിച്ചാൽ കൊള്ളാം. 800 CR 800 മൈലടിക്കും. കുഴപ്പമില്ല, പക്ഷേ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഒരു ഇതില്ല. ഒരു പവർ പാക്കഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ജയിലറിന്റെ അത്ര ഒരു മാസമൊന്നുമില്ല. നല്ല നമുക്ക് ഗൂസ് ബംസും ആ ഒരു സീനൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. നടന്മാരുണ്ടായിട്ട് ഇല്ല, എക്സ്ട്രീമിലി അങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും ഇല്ല. പവർ പാക്കഡ് ആയിട്ടുള്ള ഫിലിം എന്നാണ് ഞാൻ കരുതിയിട്ട് വന്നത്. പക്ഷെ അത്രത്തോളൊന്നുമില്ല. പിന്നെ രജനിയുടെ കുറച്ചൊന്ന് കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ എക്സ്പെക്ട് ചെയ്ത് വരരുത്. ഒരു കമൽ ഫാൻ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം ജയിലറിൽ ഇപ്പം നമുക്ക് നെൽസനെ ചെയ്ത് വെച്ചില്ലേ, അതിന് മുകളിൽ വരുമോ? അത് ജയിലർ പവർ പാക്ഡ് സാധനമാണ്. അതിൽ ഓരോ ഇതും ഫുള്ളി നമുക്ക് എന്താ പറയുക, ഗൂസ് ബംസ് ആണ്. ഇതിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് ഇല്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അങ്ങനെയാണ്. അല്ലാതെ ഓവറോൾ കണ്ടിരിക്കാം, നല്ല പടം. ഒരു ആവറേജ്. പ്രതീക്ഷ കൂടിപ്പോയോണ്ടാണോ എന്ന് വെച്ചാൽ ആയിരിക്കും. ഒരു ലോകേഷ് കനകരാജ് എടുത്ത ജയിലർ, അതാണ് പടം. പ്രതീക്ഷ കൂടിപ്പോയോണ്ടാണോ ഇനി? അങ്ങനെയാവാ. ലോകേഷിന്റെ ഒരു ജയിലർ അങ്ങനെയും പറയാം. കൊള്ളാം, പക്ഷെ ഒരു വട്ടം കാണാം. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓവർ പ്രതീക്ഷ എന്താ പറയാ, എങ്ങനെ അറിയാം? മോശമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതീക്ഷ കൂടിപ്പോയോണ്ടാണോ? അല്ല, മോശം റൈറ്റിംഗ് ആയിരുന്നു. രജനി ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. രജനി വളരെ കൃത്യമായിട്ട് തന്നെ രജനിയെ ക്ലിയർ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ ഫിലിമിൽ വളരെ അയാളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഡയറക്ഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ വന്നിട്ടുള്ളൊരു ഹൈപ്പ് പടത്തിനെ ബാധിക്കുമോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗാനിക്കായിട്ട് വന്നിട്ടുള്ളൊരു ഹൈപ്പാണ് ഇത്. ഡയറക്ടേഴ്സ് വിങ്ങിലോ അങ്ങനെ കൊടുത്തൊരു സംഗതിയല്ല. സ്വാഭാവികമായിട്ട് ആ ഒരു സംഗതി ചിലപ്പോൾ സിനിമയെ ഇനി അങ്ങോട്ടേക്കുള്ള ഇതിൽ ബാധിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നല്ലൊരു സിനിമയാണ്, നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നാഗാർജുന പൊളിച്ച് ഹെവി. നാഗാർജുന അടിപൊളി. രജനീകാന്ത് പഴയ പോലെയാണ്, വേറെ കുറച്ച് വ്യത്യാസം. ലോകേഷിന്റെ കിട്ടിയ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അമീർ ഖാൻ ദാഹ. അതായത് പ്രതീക്ഷിച്ച് പടം വന്ന് കാണരുത്. അല്ല, കാരണം അമീർ ഖാന്റെ റോളൊന്നും ഒരു പ്രയോജനമില്ലാത്ത റോൾ പോലെ ആക്കി കളഞ്ഞ്. ഉപേന്ദ്ര അവരെ ഒന്നും വലിയൊരു റോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് ലോകേഷിന്റെ സിനിമയിലുള്ള ഏറ്റവും വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
ബാക്കി ആ പോർഷൻസ് ഒക്കെ ഒഴിച്ച് ഒരു നല്ല സിനിമ എന്ന രീതിക്ക് വേണമെങ്കിൽ വാച്ചബിളാണ്. അല്ലാതെ ബാക്കിയുള്ളതൊന്നുമില്ല. വലിയ ഇത്ര ഹൈപ്പ് കൊടുത്തതിന്റെ ഒന്നും ആ പടത്തിൽ കാണുന്നില്ല. ഹൈപ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുള്ളൂ. ഒരു കണ്ടിന്യൂറ്റി ഇല്ല പടത്തിന്. ഇത്രയും നടന്മാരൊക്കെ ഉള്ളൂ. ജയിലറിലൊക്കെ ഈ മോഹൻലാലൊന്നും ഇമ്പാക്ട് ഒന്നും ഇല്ല. മോഹൻലാലൊക്കെ വലിയ സാധനം ഇതൊക്കെ അത്രയ്ക്കൊന്നും ഇല്ല. ഇതിൽ ഒരു ഗസ്റ്റ് റോളൊന്നും ഒരു 5 ഫൈറ്റ് പോലും നമുക്ക് കുറച്ചൊരു 10 സെക്കൻഡ് കണ്ടിന്യൂസ് നമുക്കൊരു എനർജി സർജ് കിട്ടും. അതിനുശേഷം നമുക്കൊന്നും കിട്ടൂല. അങ്ങനത്തെ ഉള്ള ഫൈറ്റ് അമീർ ഖാൻ വേണ്ടായിരുന്നാണ് ഞാൻ പറയുന്നത്. അത് പറയാൻ കാര്യം എന്താ? ഒന്നെന്ന് വെച്ചാൽ വേണ്ടായിരുന്നു, അത്ര തന്നെ. എന്നാലും ഹൈപ്പ് വെച്ചാൽ അത്ര ഇല്ല. നല്ല സിനിമ, എല്ലാരും പോയി കാണണം. അത്ര തന്നെ. നല്ല സിനിമ, മസ്റ്റ് വാച്ച് ആണ്. രജനീകാന്തിന്റെ സൂപ്പർ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ അവസാനം കുറച്ചേരം കൂടെ വരണമായിരുന്നു. മെയിൻ ആയിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അനിരുദ്ധിന്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? ഡാൻസ് മൊത്തം ഡാൻസ് കളിച്ചാരും ബ്രോ എങ്ങനെയുണ്ട്? പറഞ്ഞു എങ്ങനെയുണ്ട്? കിടിലം പടം. ഒരു 8 റേറ്റിംഗ്. 8 കിടിലം പടം. മസ്റ്റ് വാച്ച് വേണമെന്ന് കണ്ടായി. ഭയങ്കര പ്ലെയിൻ പടം, ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ല. ഇത്രയും ക്യാമിയോസും അമീർ ഖാനെല്ലാം ഉള്ളതല്ലേ ബ്രോ? എന്നിട്ടൊരു ഹൈ മൊമെന്റ് ഇല്ലേ? അമീർ ഖാൻ പുള്ളി വെറുതെ വരുന്നേ, കഥയൊന്നും ഇല്ല. ചുമ്മാ വന്ന് ക്യാമിയോ വന്ന് പോവാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ജയിലറിലൊക്കെ മോഹൻലാലൊക്കെ വന്ന ഒരു ആ ഇമ്പാക്ട് ഒന്നുമില്ല. വിക്രത്തിന്റെ അത്രയും ലെവലൊന്നും ഇല്ല. എടുത്ത് പറയണ്ടോ? LCU കണക്ട് ആവുന്നുണ്ടോ? ഫസ്റ്റ് ഹാഫ് വരെ നല്ല രസമായിരുന്നു. എന്താ അങ്ങനെ പറയാം? മെയിൻ ആയിട്ട് രജനീകാന്തിന്റെ പഴയ കാലം ഓൾഡ് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അതിൽ ലുക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. ലോകേഷിന്റെ അപ്പം അടുത്തൊരു ലോകേഷിന്റെ പടത്തിൽ രജനി വരുന്ന സമയത്ത് രജനീകാന്തിന്റെ ആ ഒരു പണ്ടത്തെ ആ സാധനമൊന്നുമില്ല. എന്നാലും ലോകേഷിന്റെ രീതിയിൽ രജനിയെ പ്രസന്റ് ചെയ്തു.